ഹലോ ഗായ്സ്, ഇന്ന് നമുക്ക് നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു പെഡിക്യൂർ ചെയ്യാം കേട്ടോ. കാലൊക്കെ ടാൻ അടിച്ചിരിക്കുകയായിരിക്കും നിങ്ങളുടെ. അപ്പോൾ ആ ടാനൊക്കെ മാറാനും കാലുകളൊന്ന് സോഫ്റ്റ് ആവാനും ആക്കിയിട്ടുള്ളൊരു പെഡിക്യൂറാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പെട്ടെന്ന് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. അതിനാദ്യം നമുക്കൊരു ബൗളിലേക്ക് ഒരു ഇളം ചൂടുവെള്ളം ഒഴിക്കണം. ഇളം ചൂടോ ഇച്ചിരി ചൂട് മതി, ഒരുപാട് ചൂടൊന്നും വേണ്ട കേട്ടോ. അതിലേക്ക് ഷാമ്പു ഒഴിക്കുക. ഷാമ്പു നിങ്ങൾക്ക് ബോഡി വാഷോ ഏത് വേണമെങ്കിലും എടുക്കാം. അതിലേക്ക് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ നമ്മുടെ ബേക്കിംഗ് സോഡയും നാരങ്ങയും കൂടി ഒഴിച്ചതിന് ശേഷം നല്ലത് മിക്സ് ചെയ്തിട്ട് നമ്മൾ കാലതിലേക്ക് ഒന്ന് എടുത്ത് വെക്കുക. എന്നിട്ട് കാലൊന്ന് സോഫ്റ്റ് ആവണം. കാലിൻ്റെ സ്കിന്നെന്ന് പറയുന്നത് ഭയങ്കര ടൈറ്റായിട്ട് നല്ല കട്ടിയിലല്ലേ ഇരിക്കുന്നത്. അപ്പോൾ അതൊന്ന് സോഫ്റ്റായി വരാനൊക്കെ വേണ്ടിയിട്ടാണ്. പിന്നെ ചെളിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാൻ വേണ്ടിയിട്ടുമാണ്. അതിനുശേഷം ഞാനൊരു ബ്രഷ്, സാധാ ടൂത്ത് ബ്രഷ് എടുത്തിട്ടാണ് ഉരയ്ക്കുന്നത്. നിങ്ങൾക്കിതിന് പകരം മാർക്കറ്റിലൊക്കെ കിട്ടും കേട്ടോ. പെഡിക്യൂർ ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ അതിന് വേണ്ടിയിട്ടുള്ള പ്രൊഡക്ട്സൊക്കെ മാർക്കറ്റിൽ കിട്ടും. അപ്പം ഞാൻ ബ്രഷ് വെച്ച് മാത്രമാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ബ്രഷ് വെച്ച് നമ്മളുടെ കാലിൻ്റെ ഇടുക്കുകൾ, വിരലിൻ്റെ ഇടുക്കുകൾ, പിന്നെ നല്ല ഹാഡായിരിക്കുന്ന ഭാഗത്തൊക്കെ നല്ലതുപോലെ ഒന്ന് ഉരച്ചു കൊടുക്കുക. എന്നിട്ട് കാലൊന്നും കൂടി ആ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കുക. അങ്ങനെ കാലൊക്കെ ഒന്ന് സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്കൊരു സ്ക്രബ് ചെയ്യണം. നമ്മുടെ സ്കിന്നിലെ ഡെഡ് സെൽസൊക്കെ മാറാൻ വേണ്ടിയിട്ട്. അതിന് ഞാനൊരു ബൗളിലേക്ക് കോഫി പൗഡറാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നാരങ്ങ നീരും കൂടി ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് കാലിൽ ഉരച്ച് തേക്കാം. ആ നാരങ്ങത്തോടില്ല, അത് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ കാലിൽ സ്ക്രബ് ചെയ്യുന്നത്. നല്ലതുപോലെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക. കാരണം ഡെഡ് സെൽസൊക്കെ മാറുമ്പോൾ തന്നെ കാലിനൊരു നല്ലൊരു ബ്രൈറ്റ്നെസ്സൊക്കെ കിട്ടും. നല്ലതുപോലെ ഉരച്ചു കൊടുക്കുക കേട്ടോ. എന്ന് വെച്ചാൽ ഒരുപാട് ഹാർഡായിട്ടല്ല, സോഫ്റ്റായിട്ട് തന്നെ, എങ്കിലും നല്ല രീതിയിൽ തന്നെ അതൊന്ന് സ്ക്രബ് ചെയ്തെടുക്കുക. നല്ലതുപോലെ സ്ക്രബ് ചെയ്തെടുക്കുക. ആ നാരങ്ങത്തോട് വെച്ചിട്ട് തന്നെ സ്ക്രബ് ചെയ്യുക. അതിനുശേഷം ഞാൻ കൈ വെച്ചിട്ടും എല്ലായിടത്തും ആവുന്ന രീതിയിലും സ്ക്രബ് ചെയ്തിട്ട് നമ്മുടെ വിരലിൻ്റെ അവിടെ, നമ്മളിപ്പം ഷൂ ഒക്കെ ഇട്ട് പോകുമ്പോൾ നമുക്ക് അധികം ടാൻ അടിക്കില്ല. പക്ഷേ ചെരുപ്പൊക്കെ ഇട്ട് പോകുമ്പോൾ ആ ചെരുപ്പിൻ്റെ വള്ളി മാത്രമുള്ള ഭാഗത്തൊക്കെ നമുക്ക് നല്ലപോലെ ടാൻ അടിച്ചത് കാണാൻ കഴിയും. അപ്പോൾ ആ ഭാഗത്തൊക്കെ നല്ലതുപോലെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു 10 മിനിറ്റൊക്കെ ആ സ്ക്രബ് നമ്മളിപ്പം കോഫീൻ്റെ ആ മാസ്ക് ഒന്ന് കാലത്തിന് വെക്കുക. അതിനുശേഷം നന്നായിട്ട് കഴുകിക്കളയുക. അതിനുശേഷം ഞാനിപ്പം ചെയ്യുന്നത് നമ്മുടെ കാലിൽ നെയിൽ പോളിഷ് കളയാണ്. സ്ക്രബ് ചെയ്തതിന് ശേഷം കളയുന്നതായിരിക്കും നല്ലത്. കാരണം കോഫി പൗഡറൊക്കെ ആകുമ്പോൾ നമ്മുടെ ഈ നഖത്തിൻ്റെ ഉള്ളിലൊക്കെ കയറിയിരിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ അതിന് ശേഷം നെയിൽ പോളിഷ് കളഞ്ഞത്. എന്നിട്ട് നല്ലതുപോലെ നെയിൽ പോളിഷ് കളഞ്ഞതിന് ശേഷം നമ്മൾ നമ്മുടെ നെയിൽ കട്ടർ വെച്ചിട്ട് കാലിലെ നഖവും വെട്ടി അതിൻ്റെ ഉള്ളിലുള്ള അഴുക്ക്, അതിൽ തന്നെയുള്ള ഒരു സാധനം ഉണ്ടല്ലോ, ഈ നെൽക്കട്ടറിൻ്റെ ഉള്ളിലൊരു സാധനം ഉണ്ടല്ലോ, അതിപ്പോൾ കാണിച്ചു തരും കേട്ടോ. അത് വെച്ചിട്ട് നെയ്ത്തിൻ്റെ ഉള്ളിലുള്ള ചെളികൾ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒന്ന് എടുത്ത് കളയുക. ഈ സാധനം കേട്ടോ ഞാൻ പറഞ്ഞത്. ഇതിൻ്റെ പേര് എനിക്ക് അറിഞ്ഞുകൂടാ, അതുകൊണ്ടാണ്. എന്നിട്ട് അത് നന്നായിട്ട് അതിൻ്റെ ഉള്ളിലുള്ള അഴുക്കൊക്കെ കളയുക. അതുപോലെ നമ്മുടെ വിരലിൻ്റെ ചുറ്റുമൊക്കെ ഒന്ന് ക്ലീൻ ആക്കുക. അതിനുശേഷം ബ്രഷ് എടുത്തിട്ട് നല്ലതുപോലെ നമ്മുടെ വിരലിന് ചുറ്റുമൊക്കെ ഒന്ന് ഉരച്ചു കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള അഴുക്കുകളൊക്കെ വേഗം പോരും കേട്ടോ. നമ്മുടെ പൊടികളും, മീൻസ് നമ്മൾ കോഫി പൗഡറൊക്കെ വെച്ച് സ്ക്രബ് ചെയ്തില്ല, അതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നന്നായി പോകും. അതിനുശേഷം ഒരു പാക്കാണ്. അതിന് ആദ്യം വേണ്ടത് ഈ ബൗളിലുള്ള തൈരാണ്. അതിലേക്ക് കുറച്ച് അരിപ്പൊടി, അതുപോലെ തന്നെ കടലപ്പൊടി. ഇത് സൺ ടാൻ മാറാൻ നല്ലൊരു പാക്കാണ് കേട്ടോ. അപ്പം ഞാൻ അതൊക്കെ കഴുകി ഒന്ന് വൃത്തിയാക്കി വന്നതിന് ശേഷം ഞാൻ ആ പാക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലതുപോലെ പാക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ല കട്ടിയിൽ തന്നെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അതൊന്ന് ഉണങ്ങാൻ വെയിറ്റ് ചെയ്യുക. ഒരു 10-15 മിനിറ്റോളം അപ്പോഴേക്കും അത്യാവശ്യം ഉണങ്ങി കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ പാക്കൊക്കെ തേച്ച് ഒന്ന് ഉണങ്ങി വരുമ്പോൾ നമ്മൾ നേരത്തെ എടുത്ത ആ നാരങ്ങത്തോടിൻ്റെ ബാക്കി ഉണ്ടാവും, നാരങ്ങയുടെ. അപ്പം അത് വെച്ചൊന്ന് നന്നായിട്ട് നമുക്ക് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. സ്ക്രബെല്ലാം ഒന്ന് ഉരച്ചു കൊടുക്കാം. എന്നിട്ട് സ്ക്രബ് ചെയ്തതിന് ശേഷം കഴുകിക്കളയാം കേട്ടോ. അപ്പോൾ നമ്മുടെ അത്യാവശ്യം സൺ ടാനൊക്കെ പോയി പഴയതിനേക്കാളും കുറച്ചും കൂടി മെച്ചപ്പെട്ട് നമ്മുടെ കാലിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയോളം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.